ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നിങ്ങളുടെ മുമ്പിൽ നിൽക്കുവാൻ എനിക്ക് ഭാഗ്യം തന്നതിനായി ഞാൻ ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു. 15ാമത്തെ വയസ്സിൽ ഒരു സിസ്റ്റർ ആകണം എന്നുള്ള ആഗ്രഹത്തോടെ ഞാൻ സന്യാസ സഭയിൽ പ്രവേശിച്ചു. തമിഴ്നാട്ടിലേക്ക് കടന്നുപോയി. അന്ന് തൊട്ട് തമിഴാണ് എന്റെ ഭാഷ. ഞാൻ ഈ കന്യാകുമാരി, കേരളം തെക്കേ മുനയിൽ വന്നു നിൽക്കുന്നതിൽ എന്റെ ആത്മാവ് സന്തോഷിക്കുകയാണ്. ആയിരക്കണക്കായ വർഷങ്ങളായി ഇന്ത്യയുടെ രക്ഷയ്ക്കു വേണ്ടി ഇന്ത്യ എന്ന് തന്റെ സ്വന്തം രക്ഷകനെ അറിയും എന്ന് ആലോചിച്ച് കാത്തിരുന്ന് പ്രാർത്ഥിച്ച് കണ്ണുനീരൊഴുകി രക്ഷയ്ക്ക് കാത്തിരുന്ന ഇന്ത്യൻ ജനതയ്ക്ക് വലിയൊരു രക്ഷയുടെ സന്ദേശം കർത്താവ് നമുക്ക് നൽകിയിരിക്കുകയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് കന്യാകുമാരിയിൽ തെക്കേ മുനയിൽ നിന്ന് ആരംഭിക്കും. ഹല്ലേലൂയ. കൈകൾ തട്ടി നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. അനേകം ദൈവദാസന്മാരിൽ കൂടി ദീർഘദർശികളിൽ കൂടി വർഷങ്ങളായി പറഞ്ഞു വന്ന ഈ ദീർഘദർശനം കഴിഞ്ഞ കൊല്ലം യാതൊരു അർഹതയുമില്ലാത്ത എന്നോടും അവിടുന്ന് സംസാരിക്കുകയുണ്ടായി. ഈ സന്ദേശവുമായിട്ട് ഇന്ന് ഇന്ത്യ മുഴുവനും ഞാൻ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ സന്ദേശം പല ദൈവദാസന്മാരെ അറിയിക്കുവാൻ, ഇന്ത്യ സഭയെ അറിയിക്കുവാൻ ആണ് എന്നോട് കർത്താവ് കൊടുത്തിരിക്കുന്ന ആജ്ഞ. സഭയെ നടത്തുന്നവർ ദൈവദാസന്മാരാണ്, പാസ്റ്റർമാരാണ്, അല്ലെങ്കിൽ സഭാ തലവന്മാരാണ്. അതിൽ യാതൊരു ബന്ധവും എനിക്കില്ല. പക്ഷേ ഒരു പോസ്റ്റ്മാനെ പോലെ, എഴുത്തുകളുമായി നിങ്ങളുടെ അടുത്ത് വരുന്ന ഒരു പോസ്റ്റ്മാനെ പോലെ ദൈവം കൊടുത്ത സന്ദേശവുമായി ഇന്ന് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുവാൻ, ദൈവദാസന്മാരുടെ മുമ്പിൽ നിൽക്കുവാൻ, അതും ഈ കന്യാകുമാരി പ്രദേശത്ത് വന്നു നിൽക്കുവാൻ ദൈവം എനിക്ക് ഭാഗ്യം തന്നല്ലോ. ഞാനിന്ന് കൃതാർത്ഥയാണ്. ദൈവമക്കളെ, ഞാൻ എന്റെ സാക്ഷി പറയുവാനേ ചെലവഴിക്കുകയാണ്. കാരണം ഞാൻ എങ്ങനെയാണ് ഒരു കത്തോലിക്ക പാരമ്പര്യത്തിൽ ഉറച്ചു നിന്ന് ഒരു കന്യാസ്ത്രീയായിട്ട് എന്റെ 45 വയസ്സ് വരെ ജീവിച്ച് അത് കഴിഞ്ഞ് ദൈവഭാഗത്തേക്ക് കടന്നു വരുവാൻ, ദൈവത്തിന്റെ വചനം ഇന്നും ജീവിക്കുന്നു, ഇത് ജീവിക്കുന്ന ജീവനുള്ള വചനമാണെന്ന് തെളിയിച്ചുകൊണ്ട് എന്റെ ജീവിതത്തിലേക്ക് എന്റെ രക്ഷകൻ കടന്നു വന്നത്, ഞാൻ ദൈവത്തിനോട് എന്നെ പരിപൂർണമായി സമർപ്പിച്ചത് എന്നുള്ളത് നിങ്ങളുടെ അടുത്തിൽ പങ്കുവയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ തൃശ്ശിനാപ്പള്ളിയിലുള്ള, തമിഴ്നാട്ടിലുള്ള ഒരു സന്യാസ സഭയുടെ അംഗമായി തീരുവാൻ കൊതിച്ച് എന്റെ കുഞ്ഞുനാൾ തൊട്ട് ഒരു സിസ്റ്ററായി തീരുന്നത് ദൈവത്തിൽ നിന്ന് കിട്ടുന്ന ഏറ്റവും വലിയൊരു ഭാഗ്യമാണ് എന്നാണ് ഞാൻ കരുതിയിരുന്നത്. ഒരു നല്ല കത്തോലിക്ക പാരമ്പര്യത്തിൽ അടിയുറച്ച ജീവിതം നയിച്ച ഒരു കത്തോലിക്ക കുടുംബത്തിൽ, അതും സിസ്റ്റേഴ്സാൽ വിദ്യാഭ്യാസം ലഭിച്ച് വളർന്നു വന്ന ഒരു സാധാരണ, അന്നത്തെ കാലത്ത് ആഗ്രഹിക്കുന്ന, സാധാരണ പെൺകുട്ടികൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണത്. അങ്ങനെ വളരെ ചെറിയ വയസ്സിൽ തന്നെ ഭാഷ അറിയാത്ത ഒരു നാട്ടിലേക്ക് ഞാൻ കടന്നു ചെന്നു. അന്ന് ആദ്യമായിട്ട് സന്യാസ ഭവനത്തിലെ കാലുവെച്ചപ്പോൾ എന്നെ അവിടെ കൊണ്ട് ഞാൻ എത്തിച്ച സിസ്റ്റർ ഒരു കാര്യം പറയുകയുണ്ടായി. ആദ്യമായിട്ട് ഒരു പള്ളിയിൽ കയറുമ്പോൾ 3 കാര്യങ്ങൾ ചോദിക്കണം. ആ 3 കാര്യങ്ങളും തീർച്ചയായിട്ടും ലഭിച്ചിരിക്കും. സിസ്റ്റർ, ഇന്ന് എന്റെ പഴയ പേര് മേരിയാണ്. മേരി ഇന്ന് തൃശ്ശിനാപ്പള്ളി വിശുദ്ധ അന്നായുടെ ഈ പള്ളിയിൽ, ഈ സന്യാസ ഭവനത്തിനകത്തുള്ള ഈ പള്ളിയിൽ കാലുകുത്തിയിരിക്കുകയാണ്. ആദ്യമായിട്ട് ദൈവത്തോട് ചോദിക്കേണ്ട കാര്യം എന്താണെന്നറിയാമോ? ഞാൻ ഒരു സിസ്റ്ററായി ഒരു കോൺവെന്റിനകത്ത് മരണം വരെ ജീവിക്കുവാനുള്ള ഭാഗ്യം ഉണ്ടാകണേ എന്ന് ആദ്യത്തെ വരം ചോദിക്കണമെന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ ചെയ്യുകയുണ്ടായി. അന്ന് തൊട്ട് ഓരോ ദിവസവും, ദൈവമേ, ഈ കോൺവെന്റിനകത്ത് ഞാൻ മരിക്കുന്നത് വരെ ഒരു സിസ്റ്ററായിട്ട് ജീവിക്കുവാനുള്ള ഭാഗ്യം എനിക്ക് നൽകണമേ എന്ന് ഞാൻ ദൈവത്തോട് അപേക്ഷിക്കുകയുണ്ടായി. അന്ന് തൊട്ട് ആ വരത്തിന് അർഹമായ ജീവിതത്തിൽ ഞാൻ ഒരു ജീവിതം നയിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. ഞാൻ സന്യാസത്തിൽ ചേർന്ന് കഴിഞ്ഞ് അന്നത്തെ നിയമങ്ങളൊക്കെ വളരെ കർക്കശമായ നിയമങ്ങളായിരുന്നു. ദൈവമക്കളെ, ഞാനങ്ങനെ സന്യാസമൂഹത്തിൽ ചേർന്ന് കഴിഞ്ഞ് എന്നെ പഠിക്കുവാനായിട്ട് സഭ അയക്കുകയുണ്ടായി. പഠിച്ച 7 കൊല്ലവും തിരുവനന്തപുരത്താണ് പഠിച്ചത്. ഓൾ സെയിൻസ് കോളേജിൽ BA,
യൂണിവേഴ്സിറ്റി കോളേജിൽ MA എന്റെ പഠിത്തം കഴിഞ്ഞ് ഞാൻ തമിഴ്നാട്ടിലേക്ക് വീണ്ടും എന്നെ അയക്കുകയുണ്ടായി. അവിടെ ഒരു കോളേജിൽ പഠിപ്പിക്കുവാനായിരുന്നു എനിക്ക് കിട്ടിയ അസൈൻമെന്റ്. അങ്ങനെ ഞാൻ പഠിച്ച ഇക്കണോമിക് സബ്ജക്ട് ആ കോളേജിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ മദർ ജനറൽ റോമിൽ തന്റെ പഠനം കഴിഞ്ഞ് മദർ ജനറലായി റോമിലായിരിക്കുമ്പോൾ തന്നെ ചാർജ് എടുത്ത് തിരിച്ച് ഇന്ത്യയിലേക്ക് വരികയായിരുന്നു. ഇന്ത്യയിലേക്ക് വന്നു കഴിഞ്ഞ് മദർ ജനറലിന്റെ അടുത്ത് നിന്ന് എനിക്കൊരു എഴുത്ത് കിട്ടുകയുണ്ടായി. സിസ്റ്റർ ആഞ്ചലിക്കയെ എന്റെ പേഴ്സണൽ സെക്രട്ടറി ആയിട്ട് ഞാൻ നിയമിക്കാൻ ആഗ്രഹിക്കുന്നു, സിസ്റ്ററിന്റെ ആഗ്രഹം അറിയിക്കണമെന്ന്. അപ്പോൾ ഞങ്ങളെ പഠിപ്പിക്കുന്നതെല്ലാം സിസ്റ്ററായി കഴിഞ്ഞ് സഭയുടെ നിയമങ്ങൾക്കും സഭയുടെ അധികാരികളുടെ കൽപ്പനകൾക്കും അനുസരിച്ച് വിധേയപ്പെട്ട് ജീവിക്കുന്നതാണ് ദൈവത്തിന് ഏറ്റവും പ്രീതികരമായ കാര്യം. അത് കൃത്യമായിട്ട് നിർവഹിക്കുമ്പോൾ ഈ ലോകത്തിൽ ഏറ്റവും നല്ല സിസ്റ്ററായിട്ട് മരിച്ച് നമ്മൾ സ്വർഗത്തിൽ പോകാൻ സാധിക്കും എന്നുള്ളതാണ് ഞങ്ങളെ പഠിപ്പിച്ചത്. അതിനനുസരിച്ച് എന്റെ കോളേജിലെ ജോലി രാജിവെച്ചിട്ട്, കാരണം ഇതൊരു ഫുൾ ടൈം ജോലിയാണ്. പലരും എന്നോട് പറയുണ്ടായി, അഞ്ജലിക്ക ഒരു ഗോൾഡ് മെഡലിസ്റ്റ് ആണ് കോളേജിൽ, അതുകൊണ്ട് ഈ ജോലി ഒരിക്കലും ഉപേക്ഷിക്കരുത്. നന്നായിട്ട് പഠിപ്പിക്കുന്ന നല്ലൊരു അധ്യാപിക മാത്രമല്ല, പഠിപ്പിക്കുന്നത് എനിക്ക് ദൈവം കൊടുത്ത വരമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. പഠിപ്പിക്കുമ്പോൾ എല്ലാവരും പറയാറുണ്ട് നന്നായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. ഈ ജോലി ഒരിക്കലും രാജിവെക്കരുതേ. ഒരു മദർ ജനറൽ ഒരുപക്ഷെ 6 കൊല്ലം അല്ലെങ്കിൽ 12 കൊല്ലം കഴിഞ്ഞ് അവരുടെ ആ ടേം കഴിഞ്ഞ് അവർ പോകുകയുണ്ടാവും. അത് കഴിഞ്ഞ് തിരിച്ച് കോളേജിലേക്ക് വരാൻ പറ്റത്തില്ല. ഞാൻ ആലോചിച്ചു, എനിക്ക് കോളേജിലെ ജീവിതമോ അധ്യാപക ജീവിതമെല്ലാം വലിയ കാര്യമല്ല. അന്ന് സത്യം എനിക്ക് അറിഞ്ഞുകൂടാ. ദൈവം എന്നെ എന്തിനാഗ്രഹിക്കുന്നുവോ അത് ഞാൻ ചെയ്യട്ടെ. ഒരു 3 ദിവസം ഞാൻ പ്രാർത്ഥിച്ചു. ദൈവാത്മാവ് എന്നോട് പറഞ്ഞു, സഭയുടെ നിയമത്തിന് നീ വിധേയപ്പെടുക. സഭ കൽപ്പിച്ചത് നിയമമായിട്ടല്ല, സഭയുടെ അധികാരികളോട് എന്ത് പറയുന്നുവോ അത് നീ ചെയ്യുക. ഞാൻ മദറിന് ഒരു എഴുത്തെഴുതിയുണ്ടായി. സഭ പറയുന്നതനുസരിച്ച്, മദർ പറയുന്നതനുസരിച്ച് ചെയ്യുവാൻ ഞാൻ തയ്യാറാണ്. ഞാൻ ചെന്ന സെക്രട്ടറി ജോലി ഞാൻ ഏറ്റെടുക്കുകയുണ്ടായി. അത് കഴിഞ്ഞ് പോലും മദറിനോട് പറഞ്ഞു, ആഞ്ചലിക്കായി ജോലിയിൽ മാത്രം വയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, അതുകൊണ്ട് ഒരു PhD പഠിക്കുവാനായിട്ട് പേര് രജിസ്റ്റർ ചെയ്തുകൊള്ളൂ. ഞാൻ അങ്ങനെ പേര് രജിസ്റ്റർ ചെയ്യാനായിട്ട് സെന്റ് ജോസഫ് കോളേജിലേക്ക് കടന്നു ചെല്ലുകയുണ്ടായി. ഫാദർ സെബാസ്റ്റ്യൻ അന്ന് PhD പഠിപ്പിക്കുവാനായിട്ട് നിയോഗിക്കപ്പെട്ട അച്ഛനോട് ചോദിച്ചു, സിസ്റ്റർ പെർഫോമൻസ് വളരെ നല്ലതാണ്, നല്ല മാർക്കുകളുണ്ട്. ഞാൻ PhDക്ക് 5 പേരെ ഞാൻ എടുക്കാറുള്ളൂ, പക്ഷെ സിസ്റ്റർ ഞാൻ എടുക്കാൻ തയ്യാറാണ്. ഒരു കണ്ടീഷൻ, സഭയിൽ വേറെ യാതൊരു ജോലിയും ചെയ്യാൻ പാടില്ല, ഫുൾ ടൈം ആയിട്ട് PhD സ്റ്റുഡന്റ് ആയിട്ട് ചേരണം. ഞാൻ മദറിനോട് ഒന്ന് പറഞ്ഞു. മദർ പറഞ്ഞു, എങ്കിൽ ആഞ്ചലിക്ക പഠനത്തിൽ ചേർന്നുകൊള്ളുക, കാരണം സിസ്റ്ററിന്റെ ഈ ഭാവി നഷ്ടപ്പെടുത്തുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ വേറെ ആരെങ്കിലും സെക്രട്ടറി ആയിട്ട് നിയോഗിച്ചുകൊള്ളാം. ഞാൻ ദൈവത്തോട് വീണ്ടും ആലോചിച്ചു, ദൈവമേ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? സഭയുടെ ഇഷ്ടത്തിന് വിരോധമായിട്ട് ഒന്ന് ചെയ്യുന്നത് ദൈവത്തിന് ഇഷ്ടമല്ലല്ലോ, എന്തിനാണ് എനിക്ക് പഠിത്തം? ഞാൻ പറഞ്ഞു, ഇല്ല, സഭ എന്നെ നിയോഗിച്ച പണിയിലേ ഞാൻ നിൽക്കുകയുള്ളൂ. ഞാൻ എന്തുമാത്രം സഭയോട് ബന്ധപ്പെട്ട് കടപ്പെട്ട് ജീവിച്ച ഒരു സിസ്റ്ററാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നതിന് വേണ്ടി മാത്രമാണ് ഞാൻ ഇതൊക്കെ പറയുന്നത്. ഒരുപക്ഷെ എന്റെ ജീവിതത്തിൽ ഒരിക്കലും പങ്കുവയ്ക്കാത്ത കാര്യങ്ങളാണിത്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അങ്ങനെ ഞാൻ ആ അവസരം ഉപേക്ഷിച്ച് സഭയുടെ മദർ ജനറലിന്റെ സെക്രട്ടറി ആയിട്ട് ഞാൻ ആ ഉത്തരവാദിത്തം ഏറ്റെടുത്തു. മദർ അന്ന് റോമിൽ പഠനം കഴിഞ്ഞ് വളരെ ഇൻഫ്ലുവൻസ് ഉള്ള ഒരു സിസ്റ്റർ ആയിരുന്നു. റോമിൽ മാർപ്പാപ്പയുടെ അപ്പോയിന്റ്മെന്റ് ഇന്റർവ്യൂ പല പ്രാവശ്യം മദറിന് ലഭിച്ചിട്ടുണ്ട്. മാത്രമല്ല അഖില ലോക സന്യാസ സഭകളുടെ സെക്രട്ടറി ആയിട്ട് അന്ന് പ്രവർത്തിച്ചിരുന്ന റോമിൽ ഉള്ള സേക്രഡ് കോൺഗ്രിഗേഷൻ എന്ന് പറയും, ആ സേക്രഡ് കോൺഗ്രിഗേഷന്റെ സെക്രട്ടറി ആയി അന്ന് പ്രവർത്തിച്ചിരുന്ന മോൺസിഞ്ഞോർ ആർച്ച് ബിഷപ്പ് കാർഡിനൽ വിച്ചൻസോ ഫജ്ജിയോ